ജോസഫിൻ്റെ പണിശാലയിലേക്കും ആ ഭവനത്തിലേക്കും ഒന്ന് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ഒരു കാര്യവും ദൈവത്തിന് അസാധ്യമല്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എല്ലാ കാലവും ജീവനുള്ളതാണ്, നിലനിൽക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവിക വാഗ്ദത്തമുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു പ്രോമിസ് വാസ്തവത്തിൽ ദൈവം പാമ്പിനോട് അല്ലെങ്കിൽ ഏദൻ തോട്ടത്തിൽ വെച്ച് പ്രസ്താവിച്ചതാണ്. സ്ത്രീയുടെ ഉദരത്തിൽ ജനിക്കുന്നവൻ തന്നെ നിന്റെ തലയെ തകർക്കുമെന്ന്. എത്രയോ വർഷങ്ങൾ പിന്നിട്ടപ്പോഴും ആ വാഗ്ദത്തം ദൈവം നിവർത്തിക്കുകയാണ് മറിയത്തിലൂടെ, ആ കുടുംബത്തിലൂടെ. ഇത് ആ ചാപ്പലാണ്, അവരുടെ ജോസഫിൻ്റെ പണിശാലയും ആ പള്ളിയും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. നമ്മളിവിടേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നിന്ന് താഴേക്ക് നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ആ ഭവനം കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ താഴോട്ട് പോകുന്ന ഈ ഭാഗത്ത് ഇവിടെയാണ് യേശു കർത്താവിൻ്റെ 30 വർഷക്കാലം ജീവിച്ച ഭവനം നമ്മൾ കാണുന്നത്. 30 വർഷം യേശു കർത്താവ് ജീവിച്ചതായ ആ ഭവനം നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിന് ഒത്തിരി ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരിടമാണിത്. 30 വർഷം നമ്മുടെ കർത്താവ് ജീവിച്ച പ്രവർത്തിച്ച മറിയത്തോടും ജോസഫിനോടും ഒപ്പം ജീവിച്ചതായ ഭവനത്തിനകത്ത് നമ്മളിപ്പോൾ ആയിരിക്കും. അതിനെക്കുറിച്ചുള്ള പിക്ചറുകളൊക്കെ ഇവിടെ അവർ വെച്ചിട്ടുണ്ട്. ആ ഭവനത്തിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. യേശു കർത്താവ് ജീവിച്ച ആ ഭവനത്തിൻ്റെ ഭാഗങ്ങൾ നമുക്കറിയാം. ഈ കാണുന്ന ബിൽഡിങ്ങുകളും ഒക്കെ അവർ വീണ്ടും പണിതാണ്, ചർച്ചായിട്ടത് കൺവേർട്ട് ചെയ്തതാണ്. ഇതിന് താഴേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് അവിടേക്ക് പ്രവേശനമില്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ആർക്കിയോളജിക്കൽ സൈറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ താഴേക്ക് നിങ്ങൾ നോക്കുമ്പോൾ ഒരു വീട് പോലത്തെ ഒരു ക്രമീകരണം നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടാണ് ഈ വീട്ടിലാണ് യേശു കർത്താവും മറിയവും ജോസഫുമായി ജീവിച്ച ഭവനം. യേശു കർത്താവ് ഓടിക്കളിച്ച, യേശു കർത്താവ് ഭക്ഷണം കഴിച്ച, ജീവിച്ച, നടന്ന, പ്രാർത്ഥിച്ച, അപ്പനമ്മമാർക്ക് വിധേയപ്പെട്ടിരുന്ന ഈ ഭവനം.